ഡൽഹി കലാപവുമായി ബന്ധപ്പെട്ട ഗൂഢാലോചന കേസിൽ ഉമർ ഖാലിദ് ഉൾപ്പെടെയുള്ള 10 പേർ കഴിഞ്ഞ 2020 മുതൽ കഴിഞ്ഞ 5 വർഷമായി ജയിലിൽ തുടരുകയാണ്. കഴിഞ്ഞ ദിവസം ഡൽഹി ഹൈക്കോടതി ഇവരുടെ ഹർജി പരിഗണിക്കുകയുണ്ടായി. പക്ഷേ ജാമ്യം നൽകേണ്ടതില്ല എന്നുള്ളൊരു തീരുമാനത്തിലേക്കാണ് ഡൽഹി ഹൈക്കോടതിയും എത്തിയത്. ഈ വിചാരണ പൂർത്തിയാകുന്നതുവരെ ജാമ്യം നിഷേധിച്ചുകൊണ്ടുള്ള ഡൽഹി പോലീസിന്റെ ഒരു തീരുമാനത്തോട് യോജിക്കുന്നതായിരുന്നു കഴിഞ്ഞ ദിവസം കോടതിയിൽ നിന്നുണ്ടായ ഒരു തീരുമാനമെന്ന് വേണം കരുതാൻ. അതുമാത്രമല്ല, ഈ ജാമ്യം നിഷേധിച്ചുകൊണ്ടുള്ള ഉത്തരവിലും ഉമർ ഖാലിദിനെതിരെയൊക്കെ വളരെ ഗുരുതരമായ നിരീക്ഷണങ്ങൾ തന്നെയാണ് കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. ഇനിയിപ്പോൾ സുപ്രീം കോടതിയിലേക്ക് പോവുക എന്നുള്ളത് തന്നെയാണ് അവരെ സംബന്ധിച്ചുള്ള തുടർ നീക്കങ്ങൾ. അതിലേക്ക് കടക്കാൻ തന്നെയാണ് അവർ ഉദ്ദേശിക്കുന്നത്. ദാവൂദ് സാർ, ഈ വിഷയം നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, ഗൂഢാലോചന ആരോപിക്കുകയാണ്. ആ കേസ് ഇതുവരെ തെളിഞ്ഞിട്ടില്ല എന്നുള്ളത് വേറൊരു കാര്യം. അപ്പോൾ ഈ 10 പേര് ഇനി ഇങ്ങനെ തന്നെ ജയിലിൽ തന്നെ തുടർന്നോട്ടെ എന്നാണോ? ഇതിലൊരു പ്രശ്നം വെച്ചാൽ ഈ 10 പേര് ജയിലിൽ തുടർന്നോട്ടെ എന്ന് പറയുമ്പോൾ ഈ 10 പേര് വിചാരണ തടവുകാരാണ്. ഇന്ത്യയിലെ മൊത്തം പ്രിസൺ ഇൻമേറ്റ്സിൻ്റെ കണക്ക് നമ്മളെടുത്ത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ മഹാഭൂരിപക്ഷം വിചാരണ തടവുകാരാണ്. അതൊരു വലിയൊരു ഫാക്ടറാണ്. ഇതെന്തുകൊണ്ടാണ് ഇപ്പോൾ അമൃത ഇതേക്കുറിച്ച് ചോദിക്കുന്നത്, സംസാരിക്കുന്നത് വെച്ചാൽ ഇത് കുറച്ച് രാജ്യത്ത് സാമാന്യമായി ചർച്ച ചെയ്യപ്പെട്ടൊരു കേസായതുകൊണ്ടാണ്. അല്ലാതെ എന്തോരം പേരുണ്ടെന്ന്. ഇപ്പോൾ മലയാളിയായുള്ള ഹാനി ബാബു, എത്ര പേർക്കറിയാം? അദ്ദേഹം ജയിലിൽ കിടക്കുകയാണ്. ഇതേ ഡൽഹി തിഹാർ തന്നെയാണെന്ന് തോന്നുന്നു. 5 വർഷത്തിൽ കൂടുതൽ ഇതാണ് ആയിട്ടുണ്ടാകും. ഈ മറ്റേ ഇതാണ് ഭീമ കൊറേഗാവ് കേസ്. ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ അധ്യാപകനായിരുന്നു അദ്ദേഹം. ഭീമ കൊറേഗാവ് എന്ന് പറഞ്ഞാൽ മഹാരാഷ്ട്രയിലെ ഗ്രാമമാണ്. അവിടെ ഭീമ കൊറേഗാവ് യുദ്ധത്തിൻ്റെ വാർഷികത്തിൻ്റെ ദിവസം അവിടുത്തെ ഈ ദലിതരും ബ്രാഹ്മിൻസ് തമ്മിൽ അടിയും പിടിയൊക്കെ ഉണ്ടായി. അത് സംഘർഷം ഉണ്ടായി. അവർ തമ്മിൽ അടിയുണ്ടെന്ന് വെച്ചാൽ ഇവർ ആ പരിപാടി ഭീമ കൊറേഗാവ് വാർഷികം കലക്കാൻ വന്നു എന്നുള്ളതാണ് ശരി. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടൊരു കേസ് ഡെവലപ്പ് ചെയ്തിട്ട് ഉണ്ടാക്കിയെടുത്തിട്ട് ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ കിടക്കുന്ന ഒരുപാട് അക്കാഡമിക്കുകൾ, ബുദ്ധിജീവികൾ, ഇൻ്റലക്ച്വൽസ്, എഴുത്തുകാർ, അവരൊക്കെ ഒരു കേസിൽ അങ്ങോട്ട് പെടുത്തി. ഗൗതം നവ്ഖാൽ ഉണ്ടായിരുന്നു, നമ്മുടെ റോണ വിൽസൺ, അതിൽ നമ്മളെ ഹാനി ബാബു ഉണ്ട്, കുറച്ച് ആളുകളൊക്കെ പുറത്തു വന്നു. വരവർ റാവു ഉണ്ട്. ഇന്ത്യയിലെ ഏതാണ്ട് എല്ലാ പ്രദേശങ്ങളിലുള്ള അല്പസ്വല്പം സംസാരിക്കുകയും എഴുതുകയും വായിക്കുകയും വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പറയുകയും ചെയ്യുന്ന ആളുകൾ ഒരൊറ്റ കേസിലാണ്ട് പെടുത്തി. അപ്പോൾ അതിൽപ്പെട്ട മലയാളികൾ, റോണ വിൽസൺ മലയാളിയാണ്, ഹനി ബാബു ജയിലിൽ കിടക്കുകയാണ്. നോക്കൂ, ഇതിനു മുമ്പ് ഒരു ക്രിമിനൽ കേസിൽ പോലും പ്രതികളായിട്ടില്ലാത്ത, സമൂഹത്തിൽ ഉയർന്ന പദവികളിൽ ഉത്തരവാദപ്പെട്ട സ്ഥാനങ്ങളിലിരിക്കുന്ന അധ്യാപകരായിട്ടുള്ള, എഴുത്തുകാരായിട്ടുള്ള, ജേർണലിസ്റ്റുകളായിട്ടുള്ള, കവികളൊക്കെ ആയിട്ടുള്ള ആളുകളാണ്. അപ്പോൾ അങ്ങനെ ആയിരക്കണക്കിന് മനുഷ്യർ ഇന്ത്യയിലെ വിവിധ ജയിലുകളിൽ കിടക്കുന്നുണ്ട്. എന്നല്ല, ഇന്ത്യൻ ജയിലുകളിലെ ജയിൽ അന്തേവാസികളിൽ ഭൂരിപക്ഷവും വിചാരണ തടവുകാരാണ്. എന്ന് പറഞ്ഞാൽ തങ്ങൾ ചെയ്ത കുറ്റം എന്താണെന്ന് മനസ്സിലായിട്ടില്ലാത്ത, അത് തെളിയിക്കപ്പെട്ടില്ലാത്ത, ആ വിഷയത്തിൽ കുറ്റപത്രം പോലും സമർപ്പിക്കപ്പെട്ടിട്ടില്ലാത്ത മനുഷ്യരാൽ നിറഞ്ഞിരിക്കുകയാണ് ഇന്ത്യയിലെ ജയിലുകൾ. അതിലിപ്പോൾ 8 പേര് അല്ലേ, 10 പേര് ആണ്. ഇതിൽ ഇപ്പം അമൃത സംസാരിക്കുമ്പോൾ തന്നെ ഉപയോഗിച്ചൊരു വാക്ക് ഡൽഹി എന്നാണ്, കലാപ ഗൂഢാലോചന കേസ്. ഇത് കലാപമായിട്ട് ഒരു ബന്ധമില്ല. ഇവരെല്ലാം കോമൺ ത്രെഡ് എന്താണ്? ഇവരെല്ലാം CAA വിരുദ്ധ പ്രൊട്ടസ്റ്റിൻ്റെ മുന്നണിയിലുണ്ടായിരുന്ന ആളുകളാണ്. അപ്പോൾ CAA വിരുദ്ധ പ്രക്ഷോഭകരെ വളരെ പെട്ടെന്ന് കലാപ കേസിലെ പ്രതികൾ, അല്ലെങ്കിൽ കലാപ ഗൂഢാലോചന കേസിലെ പ്രതികളായി മാറുകയാണ്. യഥാർത്ഥത്തിൽ കലാപത്തിന് ഗൂഢാലോചന നടത്തിയ ആരാണ്? ഈ CAA പ്രൊട്ടസ്റ്റ് നടക്കുന്ന സമയത്ത് ഗോലി മാറോ ഗദ്ദാറോം കെ എന്ന് പ്രസംഗിച്ചതാരാ? അതവിടുത്തെ BJPയുടെ നേതാവാണ്. അങ്ങേര് പിന്നെ കേന്ദ്രമന്ത്രിയാവുമെന്നാണ് നമ്മൾ കണ്ടത്, അതിൻ്റെ തക്കൂർ. അപ്പോൾ ഇങ്ങനെ അവിടെ പ്രക്ഷോഭകാരികൾക്കിടയിലേക്ക് ആയുധമായിട്ട് കടന്നു വന്നത് ആരാണ്? ഈ CAA വിരുദ്ധ സമരത്തെ കലാപമാക്കി മാറ്റുക എന്നുള്ളത് ആരുടെ ലക്ഷ്യമായിരുന്നു? അത് സർക്കാരിൻ്റെ ലക്ഷ്യമായിരുന്നു, അന്നത്തെ കേന്ദ്ര ഭരണകൂടത്തിൻ്റെ ലക്ഷ്യമായിരുന്നു. അതിനുവേണ്ടി അവരുടെ ഉന്നത നേതാക്കന്മാർ തന്നെ വന്നിട്ട് ഇങ്ങനെ പ്രകോപനപരമായ പ്രസംഗങ്ങൾ നടത്തിയിട്ടുണ്ട്. കലാപം സൃഷ്ടിക്കുകയാണ് ചെയ്തത്. പക്ഷേ ഇവരെന്താ, ഈ CAA വിരുദ്ധ സമരത്തിന് മുന്നണിയിൽ നിന്ന വിദ്യാർത്ഥികൾ, അതിൽ എന്താണ് ഗുൽഷിന എന്ന് പറയുന്ന പെൺകുട്ടി, ഗുൽഷിഫ, നേരത്തെ സഫൂറ ഉണ്ടായിരുന്നു. അവർ ഗർഭിണിയായിരിക്കുകയാണ് ജയിലിലേക്ക് പോകുന്നത്. അവർ പിന്നീട് ജാമ്യത്തിൽ വിട്ടു, സഫൂറ സർഗാർ. അപ്പോൾ ഡൽഹി യൂണിവേഴ്സിറ്റിയിലും JNUയിലും ജാമ്യയിലൊക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികളും വിദ്യാർത്ഥിനികളുമാണ്. അവർ ഈ സമരത്തിന് മുന്നണിയിലുണ്ടായിരുന്ന ആളാണ്. വളരെ പെട്ടെന്ന് അവരുടെ പേരിൻ്റെ ടാഗ് തന്നെ മാറുകയാണ്. എന്താണ്? ഡൽഹി കലാപ കേസ് പ്രതികളെന്നാക്കി മാറ്റുകയാണ്. ഇത്
നോക്കൂ, നമ്മുടെ രാജ്യത്തെ ജനാധിപത്യത്തിൻ്റെ നീതിന്യായ സംവിധാനം ഒരവസ്ഥയാണിത്. ഇവരിപ്പോൾ കുറേ കാലം കഴിഞ്ഞ് സുപ്രീം കോടതിയിലൊക്കെ കേസ് എത്തിയിട്ട് എന്ത് ചെയ്യും? ഇവർക്ക് ജാമ്യമൊക്കെ കിട്ടും ചിലപ്പം. അപ്പോൾ നമ്മളെന്ത് പറയും? നീതിയുടെ പൊൻകിരണം എന്ന് പറയും. എന്ത് നീതിയുടെ പൊൻകിരണം? ഒരു സംഘം മനുഷ്യരുടെ ചെറുപ്പക്കാരുടെ ജീവിതത്തിലെ വിലപ്പെട്ട 4, 5, 10 വർഷം കവർന്നെടുത്തിട്ട് നീ പൊക്കോ, 10 വർഷം കഴിഞ്ഞിട്ട് പൊക്കോ എന്നതിൻ്റെ നീതിയുടെ പൊൻകിരണം നമ്മളിങ്ങനെ പ്രസംഗിക്കുക. അങ്ങേയറ്റം വഷളായിട്ടുള്ള, അങ്ങേയറ്റം അശ്ലീലമായിട്ടുള്ളൊരു കാഴ്ചയാണിത്. ഇത് നമ്മൾ പലവട്ടം സംസാരിച്ചാണ്. അതിൻ്റെ ഒടുവിൽ എന്തൊക്കെയാണ് എഴുതി വെച്ചിരിക്കുന്നത്? ഇങ്ങനെ ഉമർ ഖാലിദിൻ്റെ പ്രസംഗത്തിൽ ക്രാന്തികാരി ഇസ്തിക്ബാൽ എന്ന് പറഞ്ഞു, വിപ്ലവാഭിവാദ്യങ്ങൾ. ഇതൊക്കെ ഭയങ്കര പ്രശ്നമാണോ? ഇങ്ങനെ നോക്കൂ, ഇതിനേക്കാൾ വഷളാവുമെന്നാണ് ഞാൻ പറയുക. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ സുപ്രീം കോടതിയിൽ പല കേസുകളും നമുക്ക് വ്യത്യസ്തമായ വിധികൾ കാണുന്നുണ്ട്. പക്ഷേ ഇന്ന് കീഴ്ക്കോടതികളിലുള്ള പല സംസ്ഥാന ഹൈക്കോടതികളിലുമുള്ള പല ജഡ്ജിമാരും കുറേ കൊല്ലം കഴിഞ്ഞാൽ എവിടെ എത്തും? മേലേക്ക് പോയെത്തും. പശുവിൻ്റെ ഇത് ഭയങ്കര സംഭവം. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച ഏതൊരു കോടതി വിധി വന്നിട്ടുണ്ട്, പഞ്ചാബിൽ നിന്നാണ് തോന്നുന്നു, അല്ലേ? പഞ്ചാബിൽ നിന്ന്. ഇവരൊക്കെ കുറേ 3-4 കൊല്ലം കഴിഞ്ഞാൽ അവിടെ എത്തും. അവർ അടിപൊളി വിധികൾ ഇനിയും നമുക്ക് കാണാം. അജിംസിന് എന്താ തോന്നുന്നത്, ഈ സിസ്റ്റം നന്നാവും? അല്ല, ഇത് സിസ്റ്റത്തിൻ്റെ പ്രശ്നമല്ല. UAPA എന്ന് പറയുന്ന ഒരു നിയമമുണ്ടല്ലോ. ആ നിയമം എന്തിനു വേണ്ടി ഉണ്ടാക്കിയെന്ന് വെച്ചാൽ, ഇപ്പോൾ അടിയന്തരാവസ്ഥയിൽ മിസ നിയമം ഉണ്ടായിരുന്ന പോലെ എതിർ ശബ്ദങ്ങളുടെ വാടപ്പിക്കുക, അവരെ ജയിലിൽ അടയ്ക്കാൻ വേണ്ടി ഉണ്ടാക്കിയൊരു നിയമം തന്നെയാണ്. അത് അതിനുവേണ്ടി തന്നെ ഉണ്ടാക്കിയ നിയമമാണ്. അപ്പോൾ ആ നിയമം ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ലക്ഷ്യം എന്താണ്? ഇപ്പോൾ യുഎന്നിൻ്റെ ഒരു സെക്യൂരിറ്റി കൺവെൻഷനിലൊരു പ്രധാനപ്പെട്ട കാര്യമാണ് UN അംഗരാജ്യങ്ങൾ ഭീകരതയെ ചെറുക്കാൻ വേണ്ടിയുള്ള നിയമങ്ങൾ ഉണ്ടാക്കണം എന്നുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ത്യയിൽ ഈ പറയുന്ന നമ്മുടെ ED വന്നതും UAPA വീണ്ടും പൊടിയെട്ടിയെടുത്തത്. മുണ്ടായിരുന്ന നിയമമാണ് UAPA വീണ്ടും പൊടിയെട്ടിയെടുത്തതൊക്കെ അതിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ അന്ന് അത് കൊണ്ടുവരുമ്പോൾ എന്താണ്, നമ്മൾ രാജ്യം പുറത്തുനിന്നുള്ള ഭീകരത വരുന്നു, ആ ഭീകരന്മാരുടെ ആക്രമണം തടയുക, അവരെ പിടിക്കുക. അപ്പോൾ അതൊക്കെയായിരുന്നു ലക്ഷ്യം. പക്ഷേ മോദി സർക്കാർ വന്നതിന് ശേഷം ഇത് UAPA ഭേദഗതി ചെയ്തു. അപ്പോൾ UAPA നിയമം വരുമ്പോൾ തന്നെ അതിനെതിരെ അതിശക്തമായ എതിർപ്പ് പാർലമെൻറ്റിൽ ഉണ്ടായിട്ടുണ്ട്. UAPA വീണ്ടും വരുമ്പോൾ എല്ലാം തന്നെ മോദി സർക്കാർ ഈ പറയുന്ന UAPAയും NIA ആക്റ്റും എല്ലാം ഭേദഗതി ചെയ്തുകൊണ്ട് അത് കുറേ കൂടി റിഗ്രസീവാക്കി, കുറേ കൂടി പറയുക, ഒരു ഒപ്പത്തിന് വേണ്ടിയുള്ള നിയമമാക്കി, ഡ്രാക്കോണിയൻ ലോ ആക്കി മാറ്റുകയാണ് ഇത് ചെയ്തത്. ഈ UAPA മുമ്പ് ഏതെങ്കിലും തരത്തിലുള്ള ഭീകരതയുമായി എന്തെങ്കിലും ആരോപണമെങ്കിലും ഉണ്ടായിരുന്നു. ഇപ്പോൾ അബ്ദുൽ നാസർ മഹദിനെതിരെ UAPA ഉണ്ടായിരുന്നു. അതെന്താ കേസ്? ബാംഗ്ലൂർ സ്ഫോടന കേസിൽ അദ്ദേഹത്തിന് പങ്കുണ്ടെന്നുള്ളതാണ്. ഡൽഹിയിൽ നടന്നിട്ടുള്ള ഈ സംഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ UAPA ചാർത്തപ്പെട്ട ആർക്കെതിരെയാണ്? അവിടെ CAക്കെതിരെ കുറേ അധികം ആളുകൾ പ്രൊട്ടസ്റ്റ് ചെയ്യുന്നു. ആ പ്രൊട്ടസ്റ്റിൻ്റെ ഓർഗനൈസേഷൻ ഈ സംഘാടകരായിട്ട് പ്രവർത്തിച്ച, ഗ്രൗണ്ടിൽ പ്രവർത്തിച്ച ആൾക്കാരാണ് ഈ പറയുന്ന ഈ ഉമർ ഖാലിദിനും ഷർജിൽ ഉമാമിനോടൊപ്പം പ്രതികർക്കപ്പെട്ട ആളുകൾ. ഈ ഗുൽഷിഫ എന്ന് പറയുന്ന ഒരു MBA സ്റ്റുഡൻ്റാണ്. അവർ ഇംഗ്ലീഷിൽ പ്രസംഗിക്കുന്ന, അതായത് ഈ CA ലോയുടെ പ്രശ്നത്തെക്കുറിച്ച് നാട്ടുകാരെ ബോധിപ്പിക്കുന്ന രീതിയിൽ പ്രസംഗിച്ചുകൊണ്ടിരുന്നൊരു പെൺകുട്ടിയാണ്. അങ്ങനെ താഴെത്തട്ടിലെ ആളുകളെ സംഘടിപ്പിച്ച് സമരത്തിൽ അണിചേർത്തു എന്നുള്ളതാണ് അവർക്കെതിരെയുള്ള കുറ്റം. അവരെങ്ങനെ കുറ്റത്തിൽപ്പെടുന്നത്? ഇവർ ഈ സമരക്കാർ പിരിഞ്ഞു പോയില്ലെങ്കിൽ, ഇപ്പോൾ ഷഹീൻ ബാഗ് എന്നാണ് അതിൻ്റെ ഒരു എപ്പിസെൻറ്റർ ഷഹീൻ ബാഗ് ആയിരുന്നു. ഷഹീൻ ബാഗുകാർ ഒഴിപ്പിച്ചില്ലെങ്കിൽ അൾട്ടിമേറ്റം കൊടുക്കുകയാണ് കേന്ദ്ര സർക്കാരിന്. ആര്? BJP RSS പ്രവർത്തകർ. ഒഴിപ്പിച്ചില്ലെങ്കിൽ ഞങ്ങൾ വെടിവെക്കും എന്ന് പരസ്യമായിട്ട് പറയുന്നു. ആ അൾട്ടിമേറ്റം കഴിഞ്ഞിട്ട് യുവാക്കൾ UP എന്നൊക്കെ തോക്കുമായിട്ട് വന്ന് ഇവർക്കെതിരെ വെടിവെക്കും. നമ്മൾ കണ്ടുകൊണ്ടിരുന്ന കാര്യമാണത്. എന്നിട്ടും അവർ ഒഴിഞ്ഞു പോകുന്നില്ല. പിന്നെ നമ്മൾ കാണുന്നത് ട്രംപ് ഇന്ത്യയിൽ വരുന്ന സമയത്ത് ഇന്ത്യയിൽ ഒരു കലാപം നടക്കുകയാണ് ഡൽഹിയിൽ. ആ കലാപത്തോടെ എന്തായിരുന്നു, ഈ കലാപം അങ്ങോട്ട് വ്യാപകമായി പടരുന്നു. ഈ ഷഹീൻ ബാഗുകാരെ ഒഴിപ്പിക്കുന്നു. കലാപം ആർക്കെതിരെയാണ്? ആർക്ക് വേണ്ടിയാണോ ഈ സമരക്കാർ സമരം ചെയ്യുന്നത്? ആ കമ്മ്യൂണിറ്റിക്കെതിരെയാണ് അവിടെ കലാപം നടക്കുന്നത്. എന്നിട്ട് ആ കലാപം കഴിഞ്ഞിട്ട് ഈ സമരം സംഘടിപ്പിച്ച ആളുകൾക്കെതിരെ ഈ കലാപത്തിൽ ഗൂഢാലോചന നടത്തിയെന്ന് പറഞ്ഞ് UAPA അർത്ഥമാണ്. അതായത് നീതിയെ നേരെ തലതിരിച്ചിടുക. അത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മനുഷ്യർക്കും അറിയാം. ഇത് ആ കേസെടുക്കുമ്പോൾ തന്നെ ഇന്ത്യയിലെ രാഷ്ട്രീയ കക്ഷികൾക്ക്, പ്രതിപക്ഷ കക്ഷികൾക്കൊക്കെ അറിയാം ഇത് എന്താണ്, കള്ളക്കേസാണെന്നറിയാം. എൻ്റെ ചോദ്യം, ഇപ്പോൾ ഈ പ്രതികർക്കപ്പെട്ട ഒരാൾ മീരാൻ ഹൈദർ എന്ന് പറഞ്ഞ സ്റ്റുഡൻ്റാണ്. അയാൾ ജാമിയയിലെ വിദ്യാർത്ഥി നേതാവാണ്. RJDയുടെ വിദ്യാർത്ഥി വിഭാഗത്തിൻ്റെ നേതാവാണ്. ഇന്നേവരെ തേജസ്വി യാദവ് മീരാൻ ഹൈദറിന് വേണ്ടി സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല, സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കില്ല. ഇനി രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിപക്ഷ കക്ഷിയായ കോൺഗ്രസ് ഈ 7 പേർക്ക് അല്ലെങ്കിൽ ഈ ജയിലടക്കപ്പെട്ടവർക്ക് വേണ്ടി വാദിക്കുന്ന എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? അത് ഇന്ത്യയിൽ നടന്നിട്ടുള്ള ഏറ്റവും നഗ്നമായ, ഇന്ത്യയിൽ എല്ലാവർക്കും അറിയാം ഇത് കള്ളക്കേസാണ് എന്ന്. ഇന്ത്യയിൽ എല്ലാവർക്കും അറിയാം. നമ്മുടെ കൺമുമ്പിൽ നടന്ന സംഭവങ്ങളാണിത്. ഈ കള്ളക്കേസാണെന്ന് പാർലമെൻറ്റിൽ എത്ര പേര് പ്രസംഗിക്കുന്നുണ്ട്? എത്ര MPമാർ? മുസ്ലിം ലീഗിൻ്റെ എത്ര MPമാർ പാർലമെൻറ്റിൽ പ്രസംഗിക്കുന്നുണ്ട്? കുറഞ്ഞ വർഷം. മുസ്ലിം ലീഗിന് ഇപ്പോൾ നാഷണൽ ഹെഡ് ക്വാർട്ടേഴ്സ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഇവർക്ക് വേണ്ടി ശബ്ദിക്കണം. കാരണം എന്ന് വെച്ചാൽ കോടതികൾ വെറുതെ വിധി പറയുന്നതല്ല. കോടതികൾക്ക് രാജ്യത്ത് നടക്കുന്ന പ്രൊട്ടസ്റ്റുകളുടെയും രാജ്യത്തെ പൊതുജനാഭിപ്രായത്തിൻ്റെയും രാജ്യത്തെ രാഷ്ട്രീയ കക്ഷികളുടെ ആ വിഷയത്തിലെ നിലപാടിൻ്റെയൊക്കെ പൾസ് അറിഞ്ഞ് തന്നെയാണ് കോടതി വിധികൾ ഉണ്ടാവുന്നത്. ജാമ്യം കൊടുക്കപ്പോൾ ഇവരുടെ ജാമ്യാപേക്ഷ വന്നു, 13 സെക്കൻഡ് എടുത്തോളൂ ജാമ്യം ഇല്ല എന്ന് പറയാം. കോടതിയിലെ ജഡ്ജിമാർ വന്നു വിത്തിൻ 13 സെക്കൻഡ്സ്
ജാമ്യമില്ല എന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് പറയാൻ കഴിയുന്നത്? ഇവർക്ക് വേണ്ടി ആരും ശബ്ദിക്കാനില്ല. ഒരു രാഷ്ട്രീയ കക്ഷി ഇവർക്ക് വേണ്ടി ശബ്ദിക്കുന്നില്ല. പാർലമെൻറ്റിൽ ഇവർക്ക് വേണ്ടി ശബ്ദം ഉയരുന്നില്ല. ഇതാരുടെയും കൺസേൺ അല്ല. ഡൽഹി കലാപം ഉണ്ടായ കുറേ ആളുകൾ കൊന്നു, സർക്കാർ എന്ത് ചെയ്യുന്നു, കുറേ നിരപരാധികൾ UAP ചാർത്തി അകത്തിട്ടാൽ ഇവിടെ ഒരു ചുക്കും സംഭവിക്കാനില്ല എന്ന് കോടതികൾക്കും അറിയാം. കോടതികൾ എന്ന് പറഞ്ഞാൽ ജീവനില്ലാത്ത യന്ത്രങ്ങളല്ല, അവരിതെല്ലാം കേൾക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഇത്തരം മനുഷ്യാവകാശ ലംഘനങ്ങൾക്കെതിരെ കുറഞ്ഞ പക്ഷം പ്രതിപക്ഷം പാർലമെൻറ്റിലെങ്കിലും സംസാരിക്കണം. നിങ്ങൾ സമരത്തിലൊന്നും പോകണ്ട, പാർലമെൻറ്റിലെങ്കിലും സംസാരിച്ചുകൊണ്ടേയിരിക്കണം. ഈ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടേയിരുന്നാൽ മാത്രമാണ് കോടതികൾക്കും വേറെ രീതിയിൽ തോന്നുക. ഈ നിയമം പ്രശ്നമാണല്ലോ. ഇപ്പോൾ ഉദാഹരണത്തിന് കേരളത്തിൽ അലൻ ത്വാഹയ്ക്കെതിരെ UAP ചാർത്തിയിരുന്നു. അലൻ ത്വാഹയ്ക്ക് ജാമ്യം കൊടുത്തുകൊണ്ട് എന്താണ് NIA കോടതി എഴുതിയൊരു ഉത്തരവുണ്ട്, ജാമ്യ ഉത്തരവ്. ആ ഉത്തരവൊന്ന് വായിക്കണം, ഈ ജഡ്ജിമാർ വായിക്കണം. ആ ഉത്തരവിനെ കുറിച്ച് നമ്മൾ സംസാരിക്കണം. എങ്ങനെയാണ് വളരെ ലഘുവായ കുറ്റം പോലും ചാർത്തിക്കൊണ്ട് UAP അതിലേക്ക് അപ്ലൈ ചെയ്യുന്നതെന്ന് അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. എങ്ങനെയാണ് UAP ഇതിൽ ഫിറ്റ് ആവുക എന്ന് ഒരു ജാമ്യ ഉത്തരവിൽ ആ ജഡ്ജി ചോദിക്കുകയാണ്. ആ ജഡ്ജി എന്ത് ചെയ്യുന്നുണ്ട്? ജഡ്ജിക്ക് മനസ്സിലാവുന്നുണ്ട്. കാരണം എന്താണ്? അലൻ ത്വാഹ വിഷയം അവർ അറസ്റ്റ് ചെയ്ത മുതൽ കേരളത്തിലെ മാധ്യമങ്ങൾ നിരന്തരം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് നീതിപീഠത്തിൻ്റെ മുമ്പിലേക്ക് വരുവാണ്. അത് ജനങ്ങൾ ഇതിനെക്കുറിച്ച് എന്താണ് സംസാരിക്കുന്നത്, രാഷ്ട്രീയ കക്ഷികൾ ഇതിലെ നിലപാടെന്താണ്, ഈ കേസിൻ്റെ എന്താണ് മെറിറ്റ് എന്താണ്, ഇത് സംസാരിക്കപ്പെടണ്ടേ? ഇത് ഇന്ത്യയിൽ സംസാരിക്കുന്നുണ്ടോ? അപ്പോൾ 13 സെക്കൻഡ് കൊണ്ടൊക്കെ ജാമ്യമില്ല എന്ന് പറയാൻ കഴിയുന്ന വിധം നിശബ്ദമാണ് ഇന്ത്യ. അതുകൊണ്ടാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അതെ, പ്രതികരിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രശ്നം.